ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? നോട്ട് ചെയ്യണ്ടേ? ഓക്കെ. ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരണമെന്നാണ് ആഗ്രഹം? ഇപ്പൊ ആര് ജയിച്ചാലും എല്ലാം കണക്കാ. അതെ. ഓക്കെ. ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഓക്കെ. ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരുമെന്നാണ് കരുതുന്നത്? ആര് ജയിച്ചെന്ന് അറിയില്ല, ജനങ്ങളുടെ ഇഷ്ടമല്ല. അതെ അതെ. ചേച്ചിയുടെ താല്പര്യം ആര് ജയിക്കണമെന്നല്ലോ? അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ഇല്ല. ഓക്കെ. ചേച്ചി ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? പ്രത്യേകിച്ചൊന്നും താല്പര്യമൊന്നുമില്ല. എന്നാലും ഇടുക്കി ആര് ജയിച്ചു വരണമെന്നാണ് ചേച്ചിയുടെ ഒരു ആഗ്രഹം? പ്രത്യേകിച്ച് അങ്ങനെയില്ല. അങ്ങനെയില്ല. ഇവിടുത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് ആര് ജയിക്കുമെന്നാണ് കരുതുന്നത്? അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ചേട്ടാ ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണമല്ലോ. ഓക്കെ ഓക്കെ. ഇത്തവണ എങ്ങനെയാണ് ഇടുക്കിയുടെ കാര്യങ്ങളൊക്കെ? ഇടുക്കിയുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഓക്കെ. ആര് വിജയിച്ചു വരും എന്നുള്ള പ്രതീക്ഷ? രണ്ടുപേരും കുഴപ്പമില്ലാതെ നല്ല ടൈറ്റ് ആയിട്ടാണ് പോകുന്നത്. അതിലാരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫൈനൽ വരും പറയാൻ പറ്റും. ചേട്ടൻ്റെ താല്പര്യം ആര് ജയിക്കണമെന്നുള്ള? അല്ല, അത് നമ്മുടെ പേഴ്സണൽ കാര്യം. ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഓക്കെ. ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരും എന്നാണ് പ്രതീക്ഷ? ജോയ്സ് ജോർജ് പ്രശ്നം ജയിക്കും. അതെയോ? അങ്ങനെ പറയാൻ കാരണം ഉറപ്പായിട്ടും ജയിക്കും. ഓക്കെ ഓക്കെ. ചേച്ചി ഇടുക്കി ആര് ജയിച്ചു എന്നാണ് ആഗ്രഹം? ഞങ്ങൾക്കിഷ്ടം ജോയ്സ് ജോർജ് ചെയ്യുന്നതാണ് ഇഷ്ടം. ഓക്കെ. പ്രവർത്തനമൊക്കെ നടക്കണമെങ്കിൽ. അതെ അതെ. മോടെ പേരെന്നാ? ഗുഡ് നെയിം. ചേച്ചി ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഓക്കെ. ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു എന്നാണ് ആഗ്രഹം? ഡെയിൻ കുര്യാക്കോസ് ആയിരിക്കും എന്നുള്ളതാണല്ലേ. ഓക്കെ. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ആര് ജയിച്ചു വരും എന്നുള്ളതാണ് ഇടുക്കിയിൽ? ആര് ജയിച്ചാലും നല്ല ഭരണമായാൽ മതി. അതെ അതെ. ചേട്ടൻ്റെ സ്ഥലം എവിടെയാ? എൻ്റെ സ്ഥലം ഇവിടെ അല്ല, പാലക്കാടാണ്. അപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പോൾ നല്ല ചൂടിലാണ്, ഇവിടെ നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഓക്കെ. അവിടെ ആര് ജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ്? പ്രതീക്ഷയില്ല, അറിയില്ല, കാര്യമായിട്ടൊന്നും അറിയത്തില്ല. ഇവിടെ ആയതുകൊണ്ടല്ലേ? അതെ അതെ. ഓക്കെ ചേട്ടാ. ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരും? ഓക്കെ. അങ്ങനെ പറയാം. ആവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഡീനെ കൊണ്ട് കാര്യമില്ല. കാരണം കോൺഗ്രസ് തീരാൻ പോവാം, വലിയ ഭാവിയൊന്നുമില്ല. ഇപ്പം അടുത്ത ഇനി ജയിക്കുന്നവരെല്ലാം അങ്ങോട്ട് തന്നെ പോകാൻ സാധ്യത. പിന്നെ പോയിട്ട് ഉള്ളത് ഇടതുപക്ഷം കാരണോട്. കാരണം ഇപ്പോഴത്തെ രണ്ട് അങ്ങനെയാണ്. ചേച്ചി ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? ഓക്കെ. ഇത്തവണ ഇടുക്കി ആര് ജയിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ? ജയിക്കുന്നുള്ള. ഓക്കെ ഓക്കെ. ചേച്ചി ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണ്ടേ ഇത്തവണ? ഓക്കെ. ഇത്തവണ ഇടുക്കി ആര് ജയിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ? ജോയ്സ് ജോർജ് ഓക്കെ. ചെയ്യണം. ഇടുക്കിയിൽ ആര് ജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോ? അങ്ങനെ തീരെ ഇപ്പൊ എടുക്കാറായില്ല, കാര്യമായിട്ട് വരട്ടെ. അതെ. മേഡം വോട്ട് ആർക്കാ? നമുക്ക് ഇന്നർക്കൊന്നുമില്ല, നമുക്ക് എല്ലാവരും ഒരുപോലെയല്ലേ. അതെ. നാട് നന്നാക്കുന്നവർക്ക് കൊടുക്കുക. ഇതുവരെ നാട് നന്നാക്കിയിട്ടുള്ള ആരാന്ന് അവർക്ക് കൊടുക്കുക, അല്ലേ? അതെ അതെ. ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണോ? ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഇവിടെ സ്ഥലം എവിടെയാണ്? എറണാകുളമാണല്ലേ. ഓക്കെ. അവിടെ ആര് ജയിച്ചു വരുമെന്നാ പ്രതീക്ഷ? ഹൈബ്രിഡിന് സാധ്യത എന്നാണ്. ജോർജ് ജയിക്കും. ചാൻസ് ഉണ്ട്. നമ്മളെ ആൾക്കാരാ. ശരി. അപ്പൊ നമുക്ക് ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? എന്തിന് വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഇവിടുത്തെ രീതികൾക്കൊന്നും ഒരു മാറ്റം വരാമില്ല. എൻ്റെ വീട്ടിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് നടക്കും. അല്ലാതെ ഏത് കക്ഷി ഭരിച്ചാലും ആര് ഭരിച്ചാലും, ഇപ്പൊ പഞ്ചായത്ത് വോട്ടിനാണെങ്കിലും MP യോ MLA ആയി ആർക്ക് വോട്ട് ചെയ്തിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഇവിടെ അടുത്താ, തടിയമ്പാട് കഴിഞ്ഞു. ആർക്ക് ചെയ്തിട്ടുണ്ട് കാര്യം. ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ വർഷം മറ്റേ പഞ്ചായത്തോടിൻ്റെ പുള്ളി വന്നായിരുന്നു. നമുക്ക് ഞങ്ങളുടെ വാർഡിൽ നിന്ന് ജയിച്ച പുള്ളി ഞങ്ങളുടെ അവിടെ LDF-ന്റെ ഭരണമാണ്, അല്ല കോൺഗ്രസിന്റെ ഭരണമാണ്. അത് മറിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അന്നും എനിക്കറിയില്ല, അത് വാട്ടർ ജസ്റ്റ്. അപ്പോൾ പുള്ളി അന്ന് വന്നതാ വീട്ടില്. പിന്നെ ഞാൻ പുള്ളിനെ കണ്ടിട്ടേ ഇല്ല. പുള്ളിയെ പറഞ്ഞു അവിടെ പഞ്ചായത്തിന് തന്നെ റോഡ് നന്നാക്കാം, മറ്റു നന്നാക്കാം. ഇപ്പൊ അവിടെ ഉള്ളവർക്ക് വെള്ളം പോലില്ല. പുള്ളി അന്വേഷിക്കുന്നുണ്ടോ? പുള്ളി മറ്റേ പട്ടി കടിച്ച കേസ് ഒക്കെ ഒരു സമയത്ത് മറ്റേ തെരുവനായയുടെ ഇതൊക്കെ ഭയങ്കര ഇതല്ലായിരുന്നോ? ഇപ്പൊ പുള്ളി പറയുന്നത് ആരും മെമ്പറിന്റെ അടുത്തേക്ക് വന്നിട്ട് കാര്യമില്ല, ഇപ്പൊ വോട്ടിന്റെ അടുത്തേക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് കാര്യമില്ല. ഗോ, അത്രേ ഉള്ളൂ അവരുടെ അടുത്തേക്ക്. ഇവിടെ മറ്റേ ഇത് വരണം, സ്റ്റാറ്റസ് ഇടണം, അതിനു വേണ്ടി മാത്രം. അല്ലാതെ ഇത് വെറും പ്രഹസനമാണ്, അതിലപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പം ഈ രാഷ്ട്രീയ പരിപാടികളൊന്നും താല്പര്യമില്ല.
താല്പര്യം ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഭയങ്കര അട്ടർ ബോറാണ്. ഇവിടെ എന്തൊക്കെയാ കാണിക്കുന്നത്? കയ്യോ കൊള്ളവൻ കാരിക്കാനും അല്ലെ പൈസ ഉണ്ടെങ്കിൽ എന്ന് ചെയ്യാം. പൈസയ്ക്ക് വേണ്ടേ ഒരു രാഷ്ട്രീയം ഇവിടെ വരുന്നില്ല. മഹാത്മാഗാന്ധി ഉണ്ടാക്കി വെച്ച പുള്ളി കഷ്ടപ്പെട്ട് സമരം ചെയ്ത് ഉണ്ടാക്കി വെച്ചതൊക്കെ ആരൊക്കെയോ വന്നിട്ട് പേര് മാറ്റുന്നു, തോന്നിവാസം കാണിക്കുന്നു. അതായത് ഈ അപ്പൻ്റെ മുതൽ കൊച്ചുമക്കളും മക്കളൊക്കെ വന്നിട്ട് ദൂർത്തടിച്ച് കളയല് അതുപോലെയുള്ളൂ. ആരാണ്ട് ഇപ്പം 10 വർഷം കൂടെ BJP വയ്ക്കട്ടെ, പുള്ളിയുടെ പടമായിരിക്കും അവിടെ. വേറെ വ്യത്യാസം മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഇപ്പം ഇവിടെ ഞാൻ ഇപ്പം പറയുകയാണെങ്കിൽ ഇവിടെ ശരിക്കും കമ്മ്യൂണിസ്റ്റുമാർ കോൺഗ്രസ് വരണം. കാരണം എന്താണെന്ന് വെച്ചാൽ എതിർക്കാൻ ആളില്ലാതെ വരുമ്പോഴാണ് ആർക്കും ഒരു ഹുങ്ക്, ഞാൻ എന്ത് ചെയ്താലും ചോദിക്കാൻ ആരും ഇല്ല എന്നൊരു സാധനം വരും. എപ്പോഴും ഭരണം മാറി മാറി കയറണം. അതിപ്പോൾ കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ആരും കംപ്ലീറ്റ് പെർഫെക്റ്റ് അല്ല. സോ തെറ്റുകുറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അത് മനസ്സിലാക്കി തരാൻ എതിർകക്ഷി എന്തായാലും തീർച്ചയായിട്ടും വേണം. 10 വർഷം ഇവിടെ ഭരിച്ചു, ഇനി എന്തായാലും ഒരു തിരിച്ച് ഇതില്ലെങ്കിൽ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവും എന്ന സംശയമാണ്.